ഈ സി ഡി മൂസയിലേക്ക് എന്നെ എത്തിക്കാൻ എന്നെ സഹായിച്ചത് അതെനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയോടുള്ള ഒരു അഭിനിവേശം തന്നെയാണ്. കാരണം എനിക്ക് കുട്ടിക്കാലത്തായാലും ഇപ്പോഴായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് എനിക്കത് സിനിമയോട് തന്നെയാണ്. എനിക്ക് ആ ക്രേസ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ അതെൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അമ്മ വളരെ സിനിമാ പ്രേമിയായിരുന്നു. ഇവിടെ മാമൂടിനടുത്ത് ഇവിടെ ഒരു ബോബി എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അപ്പോൾ ആ തിയേറ്ററിൽ കൊണ്ട് കുട്ടിക്കാലത്തെ സിനിമ കാണിക്കാനും അമ്മയ്ക്കും സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ അമ്മ ഒരു പരിധിവരെ എന്നെ കൊണ്ട് പോകുന്നു എന്നുള്ള ഇതിലാണ് പോകുന്നത്. പക്ഷേ അമ്മ നന്നായി സിനിമ ആസ്വദിക്കുമായിരുന്നു. അപ്പം അമ്മയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിലെ ഒരു സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടായത്. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ തുടർന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും പോയി പടം കാണുക. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സിനിമയോടുള്ള എൻ്റെ താല്പര്യത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് തന്ന അതിൻ്റെ ഒരു പ്രോത്സാഹനമാണ്. ഇത് എൻ്റെ ഇടവപ്പള്ളി. എനിക്ക് തോന്നുന്നു എൻ്റെ കലയുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് നമ്മൾ സിനിമ അല്ലാതെ നാടകം, അതായത് പിന്നെ ചെറിയ ഏകാംഗ നാടകം മുതൽ വലിയ 2.5 മണിക്കൂർ നാടകങ്ങൾ വരെ ഈ പള്ളിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല സമരിയാക്കാരൻ, സഫനത്ത് ഫനി എന്ന് പറഞ്ഞ് ഫറോൻ രാജാവ്, അങ്ങനെ ഉള്ള നാടകങ്ങൾ കളിക്കാനും അത് പിന്നെ ഫെറോന മത്സരങ്ങൾക്ക് പോയി അവിടെ പ്രൈസ് നേടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഈ സ്കൂളിലാണ് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത്. അങ്ങനെ ഈ സ്കൂളും ഈ സൺഡേ സ്കൂളും ഈ ചർച്ചും എൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിലാണ് അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ആ കളികൾ, അതുപോലെ തന്നെ കലാജീവിതം. ഈ ഗ്രൗണ്ടിലാണ് 2.5 മണിക്കൂർ നാടകം, ശ്രീമൂലനഗരം മോഹൻ്റെ ഒരു നാടകമായിരുന്നു. അത് ഭംഗിയായി അവതരിപ്പിക്കുകയും, അന്ന് ഞാനൊരു കോമഡി ക്യാരക്ടറാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. അത് ഭംഗിയായി അവതരിപ്പിക്കുക, ഒരുപാട് ആളുകൾ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയും. എനിക്കതൊരു വലിയ പ്രചോദനമായിട്ടുണ്ട്. കാരണം നമുക്ക് സിനിമയിൽ പോയാലും എന്തെങ്കിലും സംതിങ് ചെയ്യാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം വന്നത് ഈ പള്ളിയും ഈ പള്ളിയുടെ പരിസരവും ഈ സ്കൂളും അങ്ങനെ ഇവിടുത്തെ നല്ല ആൾക്കാരും അവരുമായിട്ടുള്ള ബന്ധമാണ്. ഈ സ്കൂളാണ് എൻ്റെ UP വിദ്യാഭ്യാസം ഞാൻ നടത്തിയ സ്കൂള്. കലാപരമായിട്ട് ഈ സ്കൂളിനുള്ള എൻ്റെ ബന്ധമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ട് നിർത്തിയ സ്കൂളിതാണ്. അതായത് 5, 6, 7 ക്ലാസ്സുകളിൽ വെച്ച് ഞാനിവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ പാടുമായിരുന്നു. അന്ന് പാടുമ്പോൾ എൻ്റെ വിചാരം ഈ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കി പാടിയാൽ അത് പാട്ടാകുമെന്നാണ്. അപ്പോൾ ഞാൻ വലിച്ചങ്ങ് കീറും, ഉറക്കെ പാടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു യൂത്ത് ഫെസ്റ്റിവലിലെ, അതായത് അന്നിറങ്ങിയൊരു സിനിമയിൽ എനിക്ക് തോന്നും സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം, ആ സിനിമയിലെ പാട്ട് പാടി ലാസ്റ്റ് അതിൻ്റെ മനുഷ്യൻ മാത്രം ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിച്ചിരിയാണ്. ഞാൻ മനുഷ്യൻ മാത്രം ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടിച്ചിരി. പിന്നെ അതൊരു വലിയ കൂവലായി. മൊത്തം ആൾക്കാർ ആ ചിരി അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതൊരു ഭയങ്കര കൂവലായി. അന്നോടെ ഞാൻ പാട്ട് നിർത്തി. ഇനി ജീവിതത്തിൽ പാടില്ല എന്നതിന് ശേഷം ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അപ്പം ആ പാട്ട് നിർത്താൻ സഹായിച്ചത് നന്നായി. ചിലപ്പോൾ ഇനി പാട്ടിനോടുള്ള പ്രേമം കൊണ്ട് ചിലപ്പം അങ്ങനെ ഒരു ഗായകനാകാനൊക്കെ ഒരു ശ്രമം നടത്തി നോക്കിയത്. അപ്പം അതുകൊണ്ട് ഈ സ്കൂളിൽ എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്ന ഒരു സ്കൂളാണ്. അതായത് നിനക്ക് പറ്റിയ പണി പാട്ടല്ല, വേറെ ഏതെങ്കിലും അഭിനയമാണെങ്കിൽ അങ്ങനെ ഒരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയ ഒരു സ്കൂളാണ്. ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ എനിക്ക് തോന്നുന്നു ജയനൊക്കെ മരിക്കുന്ന സമയം 81, 5ാം ക്ലാസ്. അപ്പോൾ ജയൻ മരിക്കുന്ന സമയത്ത് ജയൻ മരിച്ച് ഞങ്ങളൊരു 5-6 സുഹൃത്തുക്കൾ അന്ന് സ്കൂളിൽ വന്നില്ല. കാരണം ഏതാണ്ടൊരു ദേശീയ ദുരന്തം പോലെയായിരുന്നു ഞങ്ങൾക്കത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളെല്ലാം എടുത്ത് 20 രൂപേൻ്റെ പല ബുക്കുകളിൽ ഒട്ടിച്ച് വയ്ക്കുകയും. അപ്പോൾ അങ്ങനെ സ്കൂളും വിദ്യാർത്ഥികളും ഞാനും അന്നും നമുക്കൊരു സിനിമ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ എൻ്റെ ജീവിതം സിനിമയായിട്ട് കണക്റ്റഡാണ്. അതിന് കണക്ട് ചെയ്യാൻ സഹായിച്ച ഓരോ മേഖലകളിൽ പല മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. ഇത് ജോബ് സാർ എൻ്റെ ഗ്രാമത്തിലെ UP സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാറ് അന്ന് എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇത് അന്നമ്മ ടീച്ചർ, സാറിൻ്റെ വൈഫാണ്. ടീച്ചറും എന്നെ പഠിപ്പിച്ചു. ടീച്ചർ 10ാം ക്ലാസ്സിൽ, ടീച്ചർ ബയോളജിയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ശരിക്കും സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറന്ന് ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. ഇപ്പോഴും എനിക്ക് സാറ് പഠിപ്പിച്ച ചില ക്വസ്റ്റ്യൻ ആൻസർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് കാരണം അന്നത്തെ സാറിൻ്റെ അടി അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ പറയണ്ടേ, തുടക്കിട്ടടിക്കാൻ ഇത്രയും ഒരു പ്രാവീണ്യം കിട്ടിയ ഒരാൾ വേറെ ഇല്ലെന്ന് തോന്നുന്നു. കാരണം അത് മേടിക്കാത്ത ഒറ്റ സ്റ്റുഡൻറ്റ് പോലും ഇല്ല. അപ്പം അത്രയ്ക്ക് ഒരിതായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചർ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ എനിക്ക് 10ാം ക്ലാസ്സിൽ എൻ്റെ മാർക്ക് കണ്ടിട്ട് ടീച്ചർ ഒരിക്കൽ പറയുണ്ടായി, ഇത്രയല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. അത്
അതിന് കാരണം എൻ്റെ ഉഴപ്പ് തന്നെയാണ്. കാരണം എനിക്ക് സിനിമ കണ്ട് SLC പരീക്ഷയുടെ തലേദിവസവും സിനിമയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് നമുക്കതിന് സാധിക്കാതിരുന്നത്. പിന്നെ ഏതായാലും സിനിമയോടുള്ള ഇതുകൊണ്ട് പഠിത്തത്തിൽ അല്പം മോശമായിരുന്നെങ്കിലും പിന്നീട് അത് സിനിമയിൽ തന്നെ ഒരു ഇതായതുകൊണ്ട് സാറിനൊക്കെയുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഷോ കണ്ട് ഏറ്റവും കൂടുതൽ സാറിൻ്റെ മുന്നിൽ കൂടെ, അല്ലെങ്കിൽ സെക്കൻഡ് ഷോയിൽ എല്ലാ പടവും നടന്നു പോകുന്നൊരു പരിപാടി, മാറ്റിനി ആണെങ്കിലും ഏത് ഷോ കണ്ടിട്ടും നടന്നു പോകുന്ന സാറിൻ്റെ വീട്ടിന് മുന്നിൽ കൂടെ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വീട്ടിലൊരു നാരകമുണ്ട്. ഈ നാരകം പറിക്കാൻ വേണ്ടി കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഞാൻ പറയും വേണ്ട, ജോസ് സാറിൻ്റെ വീടാണ്, നമുക്ക് അത് വേണ്ട, അത് കാരണം ഇനി സാർ അത് കണ്ടാൽ കുഴപ്പമാവും. ഇന്നും ആ പേടി എനിക്കുണ്ട് സാറിന്. കാരണം സാറിൻ്റെ മുന്നിൽ ഒരു തരത്തിൽ ഒരു കുരുത്തം കെട്ടവരായിട്ട് തോന്നരുത് എന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കാറുണ്ട്. ഇതുവരെ അതൊന്നും വന്നിട്ടില്ലല്ലോ. ജോണിയുടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, സ്കൂൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കുമായിരുന്നു. യൂണിഫോം ഇടാൻ പറഞ്ഞാൽ വളരെ നിർബന്ധമായും എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സിൽ കുട്ടികൾ വർത്തമാനം പറയുന്ന ചില ലീഡേഴ്സിനെ നമ്മൾ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ചുമതലാബോധത്തോടുകൂടി തന്നെ ചെയ്തു തീർക്കുന്ന കാര്യത്തിൽ ജോണിയെ ഞാൻ പ്രത്യേകം ശ്ലാഘിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിൽ സന്തോഷം തോന്നുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ ബസ്സിൻ്റെ ഓണറാണ്, പേര് ജോയിച്ചൻ. പ്രീ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷക്കാലം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബസ്സിൽ ചെക്കറും കണ്ടക്ടറുമായിട്ട് പോയിട്ടുണ്ട്. അന്നും സിനിമയോടുള്ള താല്പര്യം എനിക്ക് ഭയങ്കരമായിരുന്നു. ആ താല്പര്യം പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ജോയിമോൻ പറഞ്ഞാൽ മതി. ജോണിച്ചൻ വണ്ടിയെ പോകുന്ന സമയത്ത് അന്നും സിനിമ ജോണിച്ചിനൊരു ക്രൈസ് ആയിരുന്നു. പുതിയ പടം റിലീസ് ചെയ്യുമ്പോൾ വണ്ടിയെ ഡ്യൂട്ടിയിലാണെങ്കിലും ആരെയും കയറ്റി വിട്ടിട്ട് നിർബന്ധമായിട്ടും പുള്ളി ഇറങ്ങിയിരിക്കും. അത് പുള്ളിയുടെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിപ്പണി പെട്ടെന്ന് നിർത്തിയിട്ട് മദ്രാസിന് പോകുന്നത്. അത് അന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോഴും വീട്ടിൽ വന്നിട്ട് അവനെ മദ്രാസിലേക്ക് വിടണോ, അവൻ മദ്രാസിൽ പോയാൽ എന്താകും എന്ന് ചോദിച്ചു വീട്ടുകാരോട് ചോദിക്കുകയും വീട്ടുകാർ അത് പറയുകയും എന്നെ നീ പോകണ്ടെന്ന് വരെ ഇത് എത്തിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ഇതനുസരിച്ച് ജോയിമൻ അന്ന് അത് തോന്നി. കാരണം ഞാനൊരു നല്ല സ്റ്റാഫ് ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആണോ, എന്നോട് വളരെ വിശ്വസ്തതയിൽ ജോലി ചെയ്ത ഒരാളാണ്. കുറച്ച് കാലം ജോലി ചെയ്തുള്ളെങ്കിലും ആ സമയത്ത് എനിക്ക് നല്ല. അപ്പോൾ ഇനി സിനിമ ഇല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു വേക്കൻസി. ഇത് അപ്പച്ചായി, എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരു റിട്ടയർഡ് ഗൾഫുകാരനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആദ്യത്തെ പേർഷ്യക്കാരൻ എന്ന് പറയുന്ന പുള്ളിയായിരിക്കും. പുള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 30 വർഷത്തെ പരിചയമാണ്. 30 വർഷമായി ഇവരിവിടെ താമസിക്കാൻ വന്നിട്ട്. എനിക്ക് എൻ്റെ നഷ്ടങ്ങളും കൊച്ചു കൊച്ചു നേട്ടങ്ങളും എൻ്റെ വീടിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ്. എനിക്ക് തോന്നുന്നു ഈ വീടിനടുത്തൊരു പിള്ളാച്ചനുണ്ടായിരുന്നു, വാച്ചു പിള്ളാച്ചൻ്റെ അവിടെ ഞങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ട് വന്നിട്ട് അവിടെ ഞങ്ങൾ കമ്പനി കൂടലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പനി കൂടലെ ബഹളമാവും. അതിങ്ങനെ സിനിമയെക്കുറിച്ചുള്ള ചർച്ച, അനുകരണം, അവതരണം, അങ്ങനെ വന്നിട്ട് ഒരു വലിയ ബഹളമാവും. എനിക്ക് തോന്നുന്നു ആ ബഹളം ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ള ഒരാളാണ് അപ്പച്ചായി. കാരണം ഇവന്മാരെ കൊണ്ട് തോറ്റു എന്ന് പറയുന്നൊരവസ്ഥയിൽ അപ്പച്ചായിയെ പലപ്പോഴും എത്തിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളോടൊരു താല്പര്യവും സ്നേഹവും, എങ്ങനെയെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു അത്യാവശ്യം രക്ഷപ്പെട്ട് പോയേക്കുമെന്ന് നമ്മളിൽ ഒരു ശുഭാപ്തി വിശ്വാസം കണ്ടിട്ടുള്ള ഞാൻ സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ചിലപ്പോൾ വളരെ ഹൈ ലെവലിലാണ്. കാരണം ചില ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും, അപ്പോൾ കൂട്ടുകാർ ചിലപ്പോൾ വേറെ ആർട്ടിസ്റ്റുകളെ അനുകൂലമായിരിക്കും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ബഹളമാകുമ്പോൾ അപ്പച്ചായി ചിലപ്പോൾ ഇറങ്ങിയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. എന്താണ് അവിടെ അമ്മമാർക്ക് പോകാറായില്ല എന്നൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അപ്പച്ചായിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ പിള്ളേർ സെറ്റല്ലേ, അത് അങ്ങനെ അങ്ങ് പോകും. ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചും ഈ സിനിമയോടുള്ള ഒരു ആഗ്രഹമാണല്ലോ നമ്മളിപ്പം ഈ പറഞ്ഞ 2 പടമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയത്.